നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ എത്തിയിട്ടുള്ളത് ഷാർജയിലെ ഏറ്റവും വലിയ മസ്ജിദിലാണ്. 2019 ഈ മസ്ജിദിന്റെ വാതിൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. 300 ദശലക്ഷം ദിർഹം ചെലവഴിച്ചാണ് 1,85,806 ചതുരശ്ര മീറ്ററിൽ ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. 25,000-ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ മസ്ജിദ്. 5,000 കാറുകളെ ഉൾക്കൊള്ളാൻ കഴിയും വിധമാണ് ഈ മസ്ജിദിൽ കാർ പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. പൂന്തോട്ടങ്ങളാലും ജലധാരകളാലും ചുറ്റപ്പെട്ട മസ്ജിദിൽ വലിയ താഴികക്കുടങ്ങളും മിനാരങ്ങളുടെ നിരകളും കാണാം. സവിശേഷമായ ഇസ്ലാമിക വാസ്തുവിദ്യാ ശൈലി പ്രതിഫലിക്കുന്ന തരത്തിലാണ് ഈ മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് ഫാമിലി ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇഫ്താറിനുള്ള നീണ്ട നിര തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. വിവിധ രാജ്യക്കാർ ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയിൽ ഇരുന്ന് നോമ്പ് തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നീണ്ട വരികളിൽ ഇരുന്നാണ് നോമ്പ് തുറക്കുന്നത്. ഓരോ ബോക്സിലായിട്ടാണ് ഇഫ്താറിനുള്ള വിഭവങ്ങൾ നൽകുന്നത്. ശനിയും ഞായറും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇവിടെ. നോമ്പ് തുറ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും നേരെ പള്ളിയിലേക്ക്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് ഇവിടെ. പ്രാർത്ഥനാ ഹാളിൽ ഖുർആൻ സൂക്തങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചുവരുകളും ഈ മസ്ജിദിൽ നമുക്ക് കാണാൻ കഴിയും. അവസാനം ഇഫ്താറും മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുമ്പോൾ എല്ലാവർക്കും ഒറ്റ കാര്യമേ മനസ്സിൽ ഓർമ്മ വരികയുള്ളൂ: എല്ലാത്തിനും അൽഹംദുലില്ലാ. രാത്രിയിൽ ഈ പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുള്ള ഈ പള്ളി ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പുറത്തുനിന്ന് കാണാൻ. ഇഫ്താറും മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും